कृष्णोच्चरमां चराचरगुरुं कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितोऽहं सकृत् कृष्णाय दत्तं मनः कृष्णादेव समुद्भवो मम विभो कृष्णस्य दास्योऽस्म्यहं कृष्णे भक्तिरजङ्गलास्तु भगवन् हे कृष्ण तुभ्यं नमः कृष्णं वासुकिरीटाङ्गदवलयकलां कल्पहारोदराङ्घ्रिं सोनीभूतं स्ववक्षो मणिमकरमहाकुण्डलमण्डितास्यं हस्तोद्यच्छङ्गचक्राम्बुजगदममलं पीतकौसेयवासं विद्युद्वासं सौम्यदिनकरसदृशम् आत्मसंस्थं नमामि भूते महर्गण्यै मा पुरो विभो निर्मायसे देयदमुषु पुरुषः भुक्ते गुणान् षोडश षोडशात्मकः स्थूलं कृषीत भगवान् भजांसि ജയലക്ഷ്മി ടീച്ചർക്ക് നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം, സജ്ജനങ്ങൾക്ക് നമസ്കാരം. എനിക്കിവിടെ തന്നിരിക്കുന്ന സ്തുതി ശുദ്ധസാരസ്വതമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധം 2 അധ്യായം 4 ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. മുനികുമാരന്റെ ശാപമേറ്റ് ഗംഗാതീരത്ത് മരണം കാത്തുകിടക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ശുഗമഹർഷിയോട് മരണം അടുത്തിരിക്കുന്നവന്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചു. ശ്രീഹരിയെ സദാ ആശ്രയിക്കുന്നത് തന്നെയാണ് അഭയം ആഗ്രഹിക്കുന്ന ഏതൊരുവൻ ചെയ്യേണ്ടതെന്ന് ശ്രീ ശുഗമഹർഷി പ്രതിവചിച്ചു. ആ മഹാപുരുഷന്റെ വിശ്വരൂപം ധ്യാനിക്കേണ്ടതായ ഇടം, യോഗികളുടെ മുക്തി, അതൊക്കെ മഹർഷി രാജാവിന് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഈ മായാശക്തി കൊണ്ട് പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത്, അവതാരങ്ങൾ എടുക്കുന്നത്, ഏകനായിരുന്നുകൊണ്ട് പ്രകാശിക്കുന്നത്, ഇതൊക്കെ എനിക്ക് വിസ്തരിച്ചറിയണമെന്ന് രാജാവ് ആഗ്രഹം പ്രകടിപ്പിച്ചു. രാജാവ് ചോദിക്കുകയാണല്ലോ, മഹർഷി അങ്ങ് സർവജ്ഞനാണ്, അങ്ങ് ശബ്ദബ്രഹ്മത്തിലും പരബ്രഹ്മത്തിലും അങ്ങക്ക് ശരിയായ ജ്ഞാനമുണ്ട്, അങ്ങേക്ക് എനിക്കിത് പറഞ്ഞു തരാനാവും. ഭഗവാനായ നിത്യരൂഢി എൻ്റെ സംശയത്തെ തീർത്തു തരണമെന്ന്. ഇപ്രകാരം പരീക്ഷിത് മഹാരാജാവിന് വിനയപൂർവ്വം അപേക്ഷിക്കപ്പെട്ടപ്പോൾ ശ്രീ ശുക മഹർഷി ഇത് വിസ്തരിക്കുന്നതിന് മുമ്പ് അന്തര്യാമിയായ ഋഷികേശനെ സ്മരിച്ചുകൊണ്ട് പരമസത്യത്തെ സ്തുതിക്കുന്നു. ഇതാണ് ശുഗസാരസ്വതം. നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാനനിരോധലീലയാം വിഹിതശക്തിത്രയായ ദേഹിനാം അന്തർഭവായാനുപരിച്ഛവർമ്മനേ. ഇഷ്ടദേവതാകൾക്ക് നമസ്കാരി രൂപമായ മംഗളത്തെ ആദരിക്കുന്നു ഈ ശ്ലോകത്തിൽ. ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി സംഹാരത്തിന് ഹേതുവായ ലീലയാൽ പ്രകൃതിയുടെ ഗുണങ്ങളായ സത്വം രജസ് തമോ ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവിഷ്ണു ശിവൻ മുതലായ മൂർത്തിത്രയത്തെ സ്വീകരിച്ചുകൊണ്ട് സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് അതിൽ അന്തര്യാമിയായിരുന്നുകൊണ്ട് ആർക്കും അറിയാൻ സാധിക്കാത്തതും കാലസ്വരൂപനമായ മഹാപുരുഷന് നമസ്കാരം. ഭൂയോ നമസ്കൃതിനച്ഛിതേ സദാമ സംഭവായ അഖില സപ്തമൂർത്തയേ പുംസാം പുനഃപാലമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാമനുമൃത്യദാശുഷേ. വിചിത്ര ഫലദാതാവായ ഭഗവാന്റെ മഹിമയെ ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നു. സജ്ജനങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനും അധർമ്മികൾക്ക് ദുഃഖത്തെ കൊടുക്കുന്നവനും കർമ്മഫലങ്ങൾക്ക് കർമ്മഫലങ്ങൾ നൽകുന്ന ഭഗവാനായും അതുപോലെ മഹായോഗികൾക്ക് അവരുടെ ലക്ഷ്യമായ ആത്മതത്വത്തെ പ്രകാശിപ്പിച്ച് അനുഗ്രഹിക്കുന്ന പരമഗുരുവായ ഭഗവാന് നമസ്കാരം. നമോ നമസ്തേ സുഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാജസാം സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. ഭക്തജനങ്ങളെ പരിപാലിക്കുന്നവനും ഭക്തിഹീനന്മാർക്ക് ദൂരത്ത് സ്ഥിതി ചെയ്യുന്നവനും
നിരുപമവും നിരതിശയവുമായ ഐശ്വര്യത്തോടു കൂടിയ തൻ്റെ നാമത്തിൽ തൻ്റെ സ്വരൂപമായ ആനന്ദത്തിൽ രമിക്കുന്ന ആ മഹാപുരുഷന് നമസ്കാരം. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യത് വന്ദനം യത് ശ്രവണം യദർഹണം ലോകസ്യ സത്യോ വിനോദി കൽമഷം തസ്മൈ സുഭദ്രസ്തവസേ നമോ നമഃ. സർവസാധനങ്ങളിൽ വെച്ചും ഭക്തിയോഗം തന്നെയാണ് ശ്രേഷ്ഠം എന്ന തത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഭഗവാൻ ഏതൊരു ഭഗവാനെ കീർത്തിച്ചാലാണോ, സ്മരിച്ചാലാണോ, വന്ദിച്ചാലാണോ, പൂജ ചെയ്താലാണോ സർവപാപങ്ങളും ഇല്ലാതാക്കുന്നത് മംഗളകരമായ കീർത്തിയോടുകൂടിയാണ് ഭഗവാന് നമസ്കാരം. തപസ്വിനോ ദാനപരായ ചസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗളാഃ ക്ഷേമം രവിന്ദന്തി വിനായകർപ്പണം തസ്മൈ സുഭദ്രസ്തവസേ നമോ നമഃ. ഭക്തിയില്ലാത്തവർക്ക് എന്തെന്നുണ്ടായാലും പരമിലുള്ള വസ്തുതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. തപസ്വികൾ, ദാനത്തിൽ താല്പര്യമുള്ളവർ, കീർത്തിയുള്ളവർ, മനഃശക്തിയുള്ള യോഗികൾ, മന്ത്രജ്ഞന്മാർ, ഇവരൊക്കെ അവരുടെ സാധനങ്ങളെ യാതൊരുവിൽ അർപ്പിക്കുന്നില്ലയോ, അവരുടെ ഗുണങ്ങളെ കൊണ്ട് അഹങ്കാരം വർദ്ധിച്ച് അവരുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ പോകുന്നു. കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അഹന്ത വർദ്ധിച്ച് മനസ്സമാധാനവും തൃപ്തിയും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെയുള്ള മംഗളകരമായ കൃത്യയോട് കൂടിയ ഭഗവാന് നമസ്കാരം. വിചക്ഷണായ ചരണോപസാദനാം സംഘം യുധസ്യോപയതോന്തരാത്മനഃ വിന്ദന്തി ബ്രഹ്മഗതിം ഗതക്രമാഃ തസ്മൈ സുഭദ്രസ്തവസേ നമോ നമഃ. വിവേകികൾ ഏതൊരു ഭഗവാന്റെ തൃപാദങ്ങളെ ഭരിച്ച് ഭക്തി വളർത്തി ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ ആഗ്രഹങ്ങളെയും വെടിഞ്ഞ് മനസ്സിനെ ആത്മാവിൽ അടക്കി വേഗം തന്നെ മുക്തരായിത്തീരുന്നു. അങ്ങനെയുള്ള മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാന്റെ നമസ്കാരം. കിരാതമൂണാഗ്രപുളിന്ദപുൽകസാം ആദീരകങ്കായനാഗസാശയഃ യേനേച പാപായതുമാശ്രയാശ്രയാഃ സുജന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. കാട്ടാളന്മാർ, പുൽകസന്മാർ, മന്ത്രന്മാർ, പുളിന്ദന്മാർ, യവനന്മാർ ഇവരൊക്കെ അധർമ്മികളായിട്ടാണ് കണക്കാക്കുന്നത്. അവർ അധർമ്മികളാണെങ്കിൽ പോലും ഭഗവാന്റെ ഒരു നാമം ജപിച്ചാൽ, ഭഗവാനെ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനെ ആശ്രയിച്ചാൽ പോലും അവരുടെ സർവപാപങ്ങളും ഇല്ലാതെ ശുദ്ധരായിത്തീരും. അങ്ങനെയുള്ള സർവശക്തനായ ഭഗവാന് നമസ്കാരം. സയേഷാത്മാത്മവതാമതീശ്വരസ്ത്രീമയോ ധർമ്മമയസ്തവോമയഃ ഗദഗലീകേ ഗദശങ്കരാവിവം വിദഗ്ധലിംഗോ ഭഗവാൻ പ്രസീദതാം. സ്ഥിതപ്രജ്ഞന്മാരായ ആത്മജ്ഞാനികളുടെ ആത്മസ്വരൂപമായി, ഭക്തന്മാർക്ക് മഹാപ്രഭുവായി, വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേദസ്വരൂപനായി, തപസ് ചെയ്യുന്നവർക്ക് തപോമയനായി, ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ധർമ്മസ്വരൂപനായി, കപടമില്ലാത്ത ബ്രഹ്മശങ്കരാദി ദേവന്മാർക്ക് വിസ്മയിക്കപ്പെടാവുന്ന, വിസ്മയത്തോടെ വീക്ഷിക്കപ്പെടാവുന്ന സ്വരൂപത്തോടു കൂടിയ ഈ ഭഗവാൻ പ്രസാദിക്കണമേ, സന്തോഷിക്കണമേ. ശ്രീയം പതിർയജ്ഞപതി പ്രജാപതിർദിയാം പതിർലോകപതിർഗരാപതിഃ പതിർഗതിഷ്ഠാന്തകൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതിഃ. എല്ലാം പാലിക്കുന്നവൻ ഭഗവാനാണെന്ന സത്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മിപതി, യജ്ഞപതി, പ്രജാപതി, അന്ധകരണത്തിന്റെ പ്രതി, ഭൂമിയുടെ പതി, അന്ധകന്മാർ, വിഷ്ണികൾ, യാദവന്മാർ ഇവർക്കൊക്കെ പ്രഭുവായി അവരുടെ ഗതിയുമായിരിക്കുന്ന സജ്ജനങ്ങളുടെ പതിയുമായിരിക്കുന്ന ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. ഏതഗ്രവിജ്ഞാന സമാധിതോദയം ധിയാനുപശ്യന്തി തത്തമാത്മനഃ വദന്തി ചൈതത്കമയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ഏതൊരു ഭഗവാന്റെ പാദധ്യാനമാകുന്ന സമാധികൾ ശുദ്ധമാക്കപ്പെട്ട ബുദ്ധിയോടുകൂടി വിദ്വാൻമാർ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുകയും അവരുടെ പ്രതിഭയ്ക്കനുസരിച്ച് സഗുണമായും നിർഗുണമായും വർണ്ണിക്കുന്നുവോ അങ്ങനെയുള്ള ജ്ഞാനപരിപൂർണ്ണനും മുക്തിപ്രദമായ ആ മുകുന്ദനെ പ്രസാദിക്കണം. പ്രചോദിതായേന പുരാ സരസ്വതി വിദഗ്ധതാജസ്യ സതീ സ്മൃതിം ഹൃദി
സ്വലക്ഷണാം പ്രാതുലബുദ്ധിലാസ്യതഃ സമേ വിഷീണാം ഋഷഭപ്രസീദതാം. ആദി സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സ്മൃതിയെ ഉണർത്തി യാതൊരുവനാൽ പ്രചോദിക്കപ്പെട്ട് സരസ്വതി ദേവി സർവലക്ഷണങ്ങളോടുകൂടി ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് പ്രത്യക്ഷീഭവിച്ചു. ആ ജ്ഞാനം ഋഗ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളായി ഒഴുകി. ഈ മന്ത്രങ്ങളെ ധ്യാനിച്ചും തപസ് ചെയ്യും സിദ്ധി സാക്ഷാത്കരിച്ചവരാണ് ഋഷിമാർ. ജ്ഞാനം പ്രദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാൻ എന്റെ നേരെ പ്രസാദിക്കണമേ. നിർമായ ചേതേയതമോഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലൻ ഋഷീഖ ഭഗവാൻ വചാംസി മേ. തന്റെ വാക്കിനെ കേൾക്കുന്നവർക്ക് ആനന്ദം ഉണ്ടാക്കുവാനുള്ള ഗുണവും ശൃംഗാര കരുണാദി രസപുഷ്ടി ഉണ്ടായി വരയണമേ എന്ന് അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന യാതൊരുവൻ മഹാഭൂതങ്ങളെ സൃഷ്ടിച്ച് 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും അടങ്ങിയ ഈ ശരീരങ്ങളിൽ അവയെല്ലാറ്റിനെയും അതാത് വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന മഹാപുരുഷനായി ഇരുന്നുകൊണ്ട് അവയിൽ ശരീരത്തിൽ വസിക്കുന്നവോ 16 സ്വരൂപത്തിൽ 16 വിഷയങ്ങളെ അനുഭവിക്കുന്ന ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കണം. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേദസേ പവജ്ഞാനമയം സൗമ്യം മുഖാം ജ്ഞാനപ്രദനും പിതാവുമായ വ്യാസരെ നമസ്കരിക്കുന്നു. യാതൊരാളിന്റെ താമരപ്പൂവാകുന്ന മുഖത്തിൽ നിന്ന് ഒഴുകുന്ന ജ്ഞാനാത്മകമായ രസത്തെ പാനം ചെയ്യുന്നുവോ മഹാ തേജസ്വിയും ജ്ഞാനപരിപൂർണനുമായ വ്യാസമഹർഷിക്ക് നമസ്കാരം. ഈ സ്തുതിയിൽ നിന്ന് ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഭഗവാനെ സ്മരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ഈ വാക്കുകളെ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും ശ്രീഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. ഇങ്ങനെ ഈ അവസരത്തിൽ ഈ ഒരു സ്തുതി പറയാൻ എനിക്ക് അവസരം തന്ന ജയലക്ഷ്മി ടീച്ചർക്ക് പ്രത്യേകം നമസ്കാരം. നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ